الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമുക്ക് ദോഷകരമാണ് എന്ന് വിചാരിക്കുന്ന പല സന്ദർഭങ്ങളും പല സംഭവങ്ങളും ഒരു പക്ഷേ ഭാവിയിൽ നമുക്കത് ഗുണകരമായിരിക്കാം. നേരെ തിരിച്ചും സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ദോഷകരമാണ് എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ പിന്നീട് അത് നിങ്ങൾക്ക് ഗുണകരമാകുമെന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായ ചില വിഷയങ്ങളിൽ പ്രത്യേകമായ ചില സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആൻ്റെ വിവിധ ഭാഗങ്ങളിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിലൊരു ഭാഗം ഇങ്ങനെയാണ്: ലാ തഹ്സബൂഹു ശർറൻ ലക്കും, നിങ്ങളതൊരിക്കലും തന്നെ നിങ്ങൾക്ക് ഷർറാണെന്ന് നിങ്ങൾ കരുതരുത്. ബൽ ഹുവ ഖൈറുൻ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറായേക്കാം എന്നുള്ള വാചകം കാണാൻ സാധിക്കും. സമാനമായി മറ്റു സന്ദർഭങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരം ഒരു കാര്യത്തിന് നല്ലൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വെക്കേഷൻ കാലഘട്ടം എന്ന് പറയുന്നത്. വെക്കേഷൻ ആവുക എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഉത്കണ്ഠയുള്ള ഒരു കാലഘട്ടമാണ്. അതൊരു ഇടങ്ങേറാണ്, ഒരു ബുദ്ധിമുട്ടാണ്, ഒരു പ്രയാസമാണ് എന്നാണ് ചില രക്ഷിതാക്കളെങ്കിലും വിചാരിക്കാറുള്ളത്. ഇവിടെയാണ് വെക്കേഷൻ കാലഘട്ടം അഥവാ കുട്ടികൾ നമ്മളോടൊപ്പമുള്ള കാലമെന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടിൻ്റെ കാലമല്ല. യഥാർത്ഥത്തിൽ നമ്മൾ എന്തെല്ലാം പ്രയാസങ്ങൾ കുട്ടികളിൽ നിന്നും കുടുംബത്തിൽ നിന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള ഒരു പരിഹാരത്തിൻ്റെ സന്ദർഭമാണ് യഥാർത്ഥത്തിൽ വെക്കേഷൻ കാലം എന്ന് പറയുന്നത്. ചില രക്ഷിതാക്കളെങ്കിലും ഇപ്പോൾ വെക്കേഷനായ സമയത്ത് ഇനി കുട്ടികൾ എന്ത് ചെയ്യും, 2 മാസം എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി അവരെ ഈ 2 മാസത്തിന് വല്ല കോഴ്സും കിട്ടുമോ, എവിടെയെങ്കിലും കൊണ്ടുപോയാക്കാൻ പറ്റുമോ, അതായത് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് അകറ്റി നിർത്താൻ പറ്റുമോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് എന്ത് ചെയ്യുന്നത്, എല്ലാവരും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു മനോഭാവത്തിൽ നിന്ന് വരുന്നതാണ്. അതായത് വെക്കേഷനാണ് ആകെ പ്രശ്നമാണ് എന്നുള്ള ഒരു പ്രശ്നമാണെന്നുള്ള രൂപത്തിലാണ് എന്ത് ചെയ്യുക പലപ്പോഴും അതിനെക്കുറിച്ച് ആഖ്യാനിക്കാറുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുട്ടികളിൽ നിന്ന്, പ്രത്യേകിച്ച് ന്യൂ ജനറേഷനിൽ നിന്ന് ഇന്ന് ഒട്ടനവധി വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് നമ്മുടെ കുടുംബത്തെയും തന്നെ വൻതോതിൽ സാരമായ പരിക്കുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതിലപ്പുറം ഈ വെക്കേഷൻ കാലഘട്ടം നമുക്ക് അതിന് കുറേ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ, അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ദോഷമാണെന്ന് വിചാരിക്കുന്ന ഈ കാലഘട്ടത്തെ നമുക്ക് ഗുണപരമായി വർത്തിക്കുവാൻ സാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി നമ്മളെ മനോഭാവം ആദ്യം മാറണം. ഇപ്പം എന്താ അവസ്ഥ എന്ന് ചോദിച്ചാൽ എല്ലാവരും തിരക്കിലാണ്, കുട്ടികൾ നല്ല തിരക്കിലാണ്. 3-ാം വയസ്സ് മുതൽ കുട്ടികൾ ഇപ്പോൾ ഔദ്യോഗിക പാഠശാലയിലേക്ക് പോകുന്ന സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അവിടേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എടുത്താൽ പൊന്താത്ത രീതിയിലുള്ള സിലബസും എഴുതാനും വായിക്കാനും ഒക്കെ 3-ാം വയസ്സ് മുതൽ തന്നെ കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊരു 10-ാം ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പറയും വേണ്ട, അതിന് ശേഷമുള്ള കാര്യത്തിന് നമ്മൾ എടുക്കും വേണ്ട. അവർക്ക് വീട്ടിലൊരാൾ മരിച്ചാൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത രീതിയിലാണ് മറ്റുള്ള എക്സാമിനുള്ള ഒരുക്കങ്ങളും ട്രെയിനിങ്ങുകളും പരിശീലനങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾ പോകുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് കുട്ടികൾ വലിയ തിരക്കിലാണ്, മറുഭാഗത്ത് രക്ഷിതാക്കളും തിരക്കിലാണ്. രക്ഷിതാക്കൾ അവരുടെ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട്, ജോലിയുമായി ബന്ധപ്പെട്ട്, മറ്റു പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രക്ഷിതാക്കളും വലിയ തിരക്കിലാണ്. അപ്പോൾ ഈ 2 തിരക്കും സംഭവിക്കുമ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കാൻ രക്ഷിതാക്കൾക്കും കഴിയണില്ല, കുട്ടികൾക്ക് രക്ഷിതാക്കളുമായി എൻഗേജ് ചെയ്യാൻ സമയങ്ങൾ പലപ്പോഴും കിട്ടുന്നില്ല. കാരണം കുട്ടികൾ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് രക്ഷിതാക്കൾ വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല. രക്ഷിതാക്കൾ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് കുട്ടികൾ എന്ത് ചെയ്യും, സ്കൂളിലേക്കും അവരുടെ പഠന മേഖലകളിലേക്കും പോകുന്ന സാഹചര്യവും ഉണ്ടാവും. ദിവസങ്ങളോളം തമ്മിൽ കാണാത്ത രക്ഷിതാക്കൾ പല വീടുകളിലുമുണ്ട്. വിദേശത്തുള്ള രക്ഷിതാക്കളുടെ കാര്യം പറയുകയും വേണ്ട. വല്ലാത്ത ഉത്കണ്ഠയിലൂടെയാണ് അവർ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ മനോഭാവം മാറ്റേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കാലഘട്ടം, ഈ വെക്കേഷൻ കാലഘട്ടത്തെ ഒരു പ്രശ്നമായിട്ടല്ല, ഇത് നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കുന്ന പല വിഷയങ്ങൾക്കുമുള്ള ഒരു പരിഹാരത്തിൻ്റെ കാലമായി നമ്മൾ മനസ്സിലാക്കണമെന്നതാണ്. അതിനെന്ത് വേണം? കുട്ടികൾക്കും ഒരു പ്രത്യേക ഷെഡ്യൂൾ വേണം, അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഒരു ഷെഡ്യൂൾ വേണം.
എൻ്റെ മക്കൾ ഈ ഒരു 2 മാസം എൻ്റെ വീട്ടിലുണ്ടാവും. അവർക്ക് കുറച്ച് ഒഴിവുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് ഞാനും എൻ്റെ ഷെഡ്യൂളിൽ ചില മാറ്റങ്ങൾ വരുത്തണം. എന്നിട്ട് കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റുന്ന പാകത്തിൽ ഞാനും എൻ്റെ ഷെഡ്യൂളിൽ ചില ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് രക്ഷിതാക്കളും വരേണ്ടതുണ്ട്. കാരണം കുട്ടികളെ കിട്ടുമ്പോൾ രക്ഷിതാക്കളെ കിട്ടൂല, രക്ഷിതാക്കളെ കിട്ടുമ്പോൾ കുട്ടികളെ കിട്ടൂല. കുട്ടികളുടെ പഠനം ഏതായാലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അവർക്ക് ഒഴിവുള്ള സമയത്ത് നമ്മൾ ഒഴിവുണ്ടാക്കുകയാണ് നമ്മൾ വേണ്ടത്. അതല്ലാതെ അവർക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കാൻ വേണ്ടി എക്സ്ട്രാ സമയം നമ്മൾ ഓടി നമ്മൾ കാശുണ്ടാക്കും. പക്ഷെ കാശ് മാത്രം പോരല്ലോ നമ്മുടെ കുട്ടികളെ തർബിയത്ത് കൊടുക്കാൻ. കാശ് മാത്രം പോരല്ലോ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ. കാശ് മാത്രം പോരല്ലോ നമുക്ക് സ്വസ്ഥമായൊരു ജീവിതാന്തരീക്ഷം ഉണ്ടാകാൻ. നമ്മുടെ സാന്നിധ്യം വളരെ പ്രധാനമാണ്. നമ്മുടെ മക്കളുമായും നമ്മുടെ കുടുംബവുമായും കൂടുതൽ സമയം എൻഗേജ് ചെയ്യുക എന്നത് പ്രധാനമാണ്. അതിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധാർമ്മിക ശിക്ഷണമെന്ന് പറയുന്നത് ഒരു കുടുംബനാഥന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, നിങ്ങൾ നരകാഗ്നിയിൽ നിന്ന് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ശരീരത്തെ നിങ്ങൾ കാത്തുരക്ഷിക്കണം. അതിന് നിങ്ങൾ ആ നിലക്ക് ഇടപെടണം. കാരണം എന്താ? വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിന്റെ ഭീകരത ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആ നരകമെന്ന് പറഞ്ഞാൽ ജനങ്ങളെ, മനുഷ്യരെയും അതുപോലെ തന്നെ കല്ലുകളെയും കത്തിക്കുന്ന നരകമാണത്. അലൈഹാ മലായികത്തുൻ ഗിലാലുൻ ശിദാദ്, അവിടെ പരുക്കന്മാരായ മലക്കുകൾ അതിന്റെ കാവൽക്കാരായിട്ടുണ്ട്. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അവരോട് കൽപ്പിച്ചതിന് അവർ എതിര് പ്രവർത്തിക്കുകയില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരോട് എന്താണോ അല്ലാഹു കൽപ്പിച്ചത് അത് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. ഒരാൾക്കും അവരെ സ്വാധീനിക്കാൻ കഴിയില്ല. ഏതൊരു കുറ്റവാളിനി ക്രൂരമായ കൊലപാതകം ചെയ്ത കുറ്റവാളിയാണെങ്കിലും അയാളെ ജയിലിൽ കൊണ്ടുപോയിട്ടാൽ ദിവസം അവിടുത്തെ ഒരു ജയിലർ അങ്ങനെ കണ്ടാൽ അവർ തമ്മിൽ എന്ത് ചെയ്യും? മാനസികമായിട്ടൊരു അടുപ്പം വരും. പിന്നെ പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. പക്ഷെ നരകത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അവർ ഗിലാദാണ്, ശിദാദാണ്, കഠിനന്മാരാണ്. ഒരിക്കലും അവർക്കൊരു ദയയും തോന്നുകയില്ല എന്നുള്ളത്. അങ്ങനത്തെ മലക്കുകൾ കാവൽ നിൽക്കുന്ന മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കുന്ന നരകമാണ് നാളെ പരലോകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ, നിങ്ങളുടെ കുടുംബത്തെയും ആ നരകത്ത് നിങ്ങൾ കാക്കണം എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ജീവിക്കുന്നത് തന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. പക്ഷെ ആ മക്കൾക്ക് വേണ്ടി നമ്മൾ ഭൗതികമായ കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്തുകൊണ്ടതായില്ല. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ പഠനം, അവരെ മരുന്ന്, അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ, ഡ്രസ്സ്, ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അതിനൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടും. പക്ഷെ അതിലൊക്കെ അപ്പുറം ഇവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള മതപരമായ ഒരു ബോധം അവർക്ക് കിട്ടുക, ഈ നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവരോട് കാണിക്കേണ്ട സ്നേഹമെന്ന് പറയുന്നത്. അല്ലേ? വൈകുന്നേരം കുട്ടി ഗ്രൗണ്ടിൽ നിന്ന് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് നെറ്റിക്ക് അടി കൊണ്ട് നെറ്റി പൊട്ടി ആ ബ്ലഡും പൊത്തിപ്പിടിച്ച് ഉമ്മാന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് ഓടി വരുമ്പോൾ ഈ അവിടെ ഇരുന്നോന്ന് ആരും പറയില്ലല്ലോ. ആ കുട്ടിനെ വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ എടുത്തു കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കും. എത്രയും പെട്ടെന്ന് വിദഗ്ധ ചികിത്സ നമ്മൾ കൊടുക്കും. കാരണം നമ്മുടെ കുട്ടിക്കൊരു മുറിവാകുന്നത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മളിങ്ങനെയൊക്കെ വളർത്തി വലുതായി കൊണ്ടുവന്ന കുട്ടികൾ, കുടുംബം ആ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ പോയി കത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേദന എത്ര നിങ്ങൾ ആലോചിച്ച് നോക്കും. പക്ഷെ നമ്മളെ ആളുകൾക്ക് അതിനെക്കുറിച്ച് യാതൊരു കൺസേണും ഇല്ല. അതെന്തോ ആയിക്കോട്ടെ എന്നുള്ളതാണ്. അതൊക്കെ വരുമ്പോഴല്ലൊക്കെ മരിച്ചതിന് ശേഷമല്ല എപ്പോൾ ഈ പോക്ക് പോട്ടെ എന്നാണ്. ഈ ബോധം നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ ധാർമ്മികമായൊരു കാഴ്ചപ്പാട് കുട്ടികളിലേക്ക് കൊണ്ടുവരണം. കുട്ടികളിലെ പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കാം. എന്തെല്ലാം വ്യത്യസ്തമായ പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടെങ്കിലും ഒരു പരിഹാരം എന്ന് പറയുന്നത് ഒരു ഒറ്റമൂലിയുണ്ട്. ആ ഒറ്റമൂലി കൊടുത്താൽ അതിനെല്ലാത്തിനും പരിഹാരമാവും. ആ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മയുള്ളവരായി അവർ മാറുക എന്നുള്ളതാണ്. എന്നാൽ അവരെ ഏത് ഹോസ്റ്റലിലും നമുക്ക് കൊണ്ടുപോയി ആക്കാം, ഏത് കോഴ്സിനും നമുക്ക് ചേർക്കാം. ഒരു പ്രശ്നവും നമ്മൾ വിചാരിക്കേണ്ട. ഈ ബോധം അവർക്കുണ്ടെങ്കിൽ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകന് കൊടുക്കുന്ന കുറേ ഉപദേശങ്ങൾ സൂറത്ത് ലുക്മാനിലുണ്ട്. നിങ്ങളതൊന്ന് പോയിട്ട് അതും അതിൻ്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കണം. അത് മതി. ഈ ഒരു പുതിയ കാലഘട്ടത്തിലും ഈ വർത്തമാന കാലഘട്ടത്തിലും മക്കൾക്ക് കൊടുക്കേണ്ട അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകൾ എന്താണ് എന്നത് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുന്ന ആ ഉപദേശങ്ങൾ, ഒരു 8-10 ഉപദേശങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റും. അത് നമ്മളെ മക്കൾക്ക് കിട്ടിയത് എന്ത് ചെയ്യണം? നമ്മൾ ശരിക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് എന്നാണ്. അതിലേറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ ആ വിളിയാണ്. യാ ബുനയ്യ എന്ന വിളി. അത് ആവർത്തിച്ച് വിളിക്കുന്നുണ്ട്.
ഇത് വിളിക്കാൻ തന്നെ ഇന്ന് പാരൻറ്റിങ്ങിൽ എത്രയോ മുന്നോട്ട് പോയ ആധുനിക സമൂഹത്തിന് പോലും കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രയാസം. ഇന്ന് വീടുകളിലൊക്കെ നടക്കുന്നത് എന്താ? രക്ഷിതാക്കളും മക്കളും തമ്മിലൊരു യുദ്ധമാണ്. ഉമ്മയും മക്കളും തമ്മിലൊരു യുദ്ധമാണ്. ഉമ്മ പിന്നെ മക്കളോട് ചീത്ത പറയുന്നു, കുട്ടികൾ അതിനനുസരിച്ച് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു, വാപ്പ അതിൽ നിസ്സംഗനായി നോക്കി നിൽക്കുന്നു, എന്ത് ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെടുന്നു. ചില കുട്ടികൾ വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞത് കേട്ടില്ല എങ്കിൽ ഞാൻ ഈ വീടിൻ്റെ മുകളിൽ കയറിയിട്ട് താഴേക്ക് ചാടുന്നു പറയുന്നു. ചില ആളുകൾ ഞാൻ നാട് വിട്ടു പോകുന്നു പറയുന്നു. ചില ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു പറയുന്നു. ചില കുട്ടികൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ വിഷയം എന്താ? ഒന്ന് ടൂറ് പോകണ്ടെന്ന് പറഞ്ഞതിന്, അല്ലെങ്കിൽ മൊബൈലൊന്ന് വാങ്ങി വെച്ചതിന്. ഇങ്ങനെയുള്ള നിസ്സാരം എന്ന് നമുക്ക് തോന്നുന്ന വിഷയത്തിൻ്റെ പേരിലാണ് കുട്ടികൾ വളരെ സെൻസിറ്റീവായിട്ട് പലപ്പോഴും ഇടപഴകിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് കുട്ടികളും രക്ഷിതാക്കളും തമ്മിൽ പലപ്പോഴും ഉള്ളത്. അവിടെയാണ് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഈ വിളി പ്രസക്തമാകുന്നത്. യാ ബുനയ്യ, യാ വിളി നോക്കി നിങ്ങൾ അറബി അറിയുന്ന ആളുകൾക്കറിയാം, പൊന്നു മോനെ എന്നാണ്. അങ്ങനെ വിളിക്കാൻ നമ്മളെ മക്കളെ നമുക്ക് അങ്ങനെ ഒരു ബന്ധം കുട്ടികളുമായിട്ട് നമുക്ക് വേണം. അതൊരു സുപ്രഭാതത്തിൽ പൊന്നുമോനെ എന്ന് വിളിക്കാൻ ഒരു രക്ഷിതാവിന് കഴിയില്ല. ഇപ്പം എന്തെങ്കിലും ഉപദേശിക്കാൻ വിളിക്കുകയാണെങ്കിൽ തന്നെ ചില രക്ഷിതാക്കൾ കുട്ടികളെ വിളിക്കുകയാണെങ്കിൽ ഇവിടെ വാന്നാ പറയും. അങ്ങനെ പറയുന്നതോടുകൂടി തന്നെ ആ കുട്ടിയുടെ ഡോർ അടഞ്ഞു, മനസ്സിൻ്റെ വാതിലടഞ്ഞു. പിന്നെ അവന് മനസ്സിലായി എന്തിനാ ചീത്ത പറയാൻ വിളിക്കുകയാണ്. പിന്നെ അവനിങ്ങനെ വന്നിട്ട് ചെവി തന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന പറഞ്ഞോളൂ അല്ലേ. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വേറൊരു വാക്കുകൂടി ഇങ്ങനെ പിന്നെ തേട്ടി വരും. എന്താണ്? അതൊക്കെ തന്തവയ്പാണ്, പാപ്പാരൊക്കെ പറയുന്നത് തന്തവയ്പാണ്, അത് പറഞ്ഞോട്ടെ, നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യും? അത് ഇങ്ങനെ കഴിഞ്ഞോ, എന്നാ ഞാൻ പോട്ടെ. ആ പറഞ്ഞതൊന്നും തലയ്ക്ക് കയറാത്ത രീതിയിലാണ് എന്ത് ചെയ്യുക, ആ കുട്ടി അത് കേൾക്കുക. കാരണം എന്താ വെച്ചാൽ ഈ കുട്ടി വാപ്പിയും തമ്മിൽ യാ ബുനയ്യ എന്ന് വിളിക്കുന്ന ആ ഒരു ബന്ധമുണ്ടല്ലോ, പൊന്നു മോനെ മോനെ വാ എന്ന് പറയുന്നൊരവസ്ഥയിലേക്കുള്ളൊരു ബന്ധം പലപ്പോഴും ഇല്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുട്ടികളുമായിട്ട് സംസാരിക്കാൻ പലപ്പോഴും സമയം കിട്ടുന്നില്ല. അപ്പം അവിടെയാണ് നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത്. ആ വിളിയിലൂടെയാണ് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അതോടുകൂടി ആ വിളിക്കുന്നതോടുകൂടി കുട്ടിൻ്റെ വാതിലിന് തുറക്കുകയാണ്, മനസ്സിൻ്റെ വാതിലിന് തുറക്കുകയാണ്. പിന്നെ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാൻ പറ്റും. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു ധാന്യ കഷ്ണം, അതിൻ്റെ ഒരു കഷ്ണം എത്ര ചെറുതാകട്ടെ, അത് ഫതകുൻ ഫീ സഖറത്തിൻ, ഒരു പാറക്കെട്ടിനുള്ളിലോ, ഔ ഫിസ് സമാവാത്, ആകാശങ്ങളിൽ എവിടെയെങ്കിലുമോ, ഔ ഫിൽ അർള്, ഭൂമിയിൽ എവിടെയെങ്കിലുമോ നീ കൊണ്ടുപോയി വെച്ചാലും യഅതി ബിഹല്ലാഹ്, അല്ലാഹു അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, എല്ലാ കാര്യങ്ങളും അതിസൂക്ഷ്മമായി അറിയുന്നവനാകുന്നു കേട്ടോ പടച്ച തമ്പുരാൻ എന്നുള്ള ബോധമാണ് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകന് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ ബോധം നമ്മളെ മക്കൾക്കുണ്ടായാൽ വാപ്പ കണ്ടില്ലെങ്കിലും അധ്യാപകരറിഞ്ഞില്ലെങ്കിലും കുടുംബങ്ങളും നാട്ടുകാരും അറിഞ്ഞില്ലെങ്കിലും എന്നെ കാണുന്ന ഒരു അള്ളയുണ്ട് എന്നുള്ളൊരു ബോധം കുട്ടികൾക്കുണ്ടാവും. ഇന്നെന്താ കുട്ടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ അവരുടെ സ്റ്റാറ്റസിലും കംപ്ലീറ്റ് അവരുടെ ലോകം തന്നെ അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ ആ ലോകം വാപ്പ കാണാൻ പാടില്ല, ഉമ്മ കാണാൻ പാടില്ല, അധ്യാപകർ കാണാൻ പാടില്ല. അവരുടെയൊക്കെ നമ്പർ എന്ത് ചെയ്യും? ഹൈഡ് ചെയ്യും, അതൊക്കെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അവർക്കൊന്നും ഇത് കാണാൻ പറ്റില്ല, വേറുള്ളവർക്കൊക്കെ കാണാം. അതിൻ്റെ അർത്ഥം എന്താ? എന്നെ വേറെ ഇതൊക്കെ ഞാൻ മറച്ചു വെച്ചാലും കാണേണ്ട ഒരു പടച്ചം ഉണ്ടെന്നുള്ളൊരു ഓർമ്മയെ കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല. അവിടെയാണ് നമ്മൾ ആ പടച്ചോനെ പറ്റിയുള്ളൊരു ഓർമ്മ ഉണ്ടായി. അതാണ് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ ഓർമ്മ ഉണ്ടാക്കാതെ നമ്മൾ വേറെ എന്ത് ഭൗതിക വിജ്ഞാനം കുട്ടികൾക്ക് കൊടുത്തിട്ടും കാര്യമില്ല. ഇതുകൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ഭൗതിക വിജ്ഞാനം കുട്ടികൾ കൊടുക്കുന്നു അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടും. ഇല്ലെങ്കിൽ അവസാനം ആ ഭൗതിക വിജ്ഞാനമൊക്കെ നേടിയിട്ട് വാപ്പ ആരാ ഉമ്മ ആരാന്നൊന്നും ഇവർക്ക് മനസ്സിലാവില്ല. ദുനിയാവ് തന്നെ കുട്ടികളെ നമുക്ക് കിട്ടിക്കോളുന്നില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ പടച്ചോനെ കുറിച്ചുള്ളൊരു ഓർമ്മ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആര് കണ്ടില്ലെങ്കിൽ അള്ളാഹ് കാണുന്നുള്ളൊരു ഓർമ്മ. അപ്പോൾ 33 അധ്യായത്തിൽ 13 മുതലുള്ള ആയത്തുകൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അതിൽ പറയുന്ന ഓരോ കാര്യം, ഒന്നാമത്തത് തൗഹീദാണ് പറയുന്നത്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. മോനെ, ഒരിക്കലും നീ ശിർക്ക് ചെയ്യരുത് കേട്ടോ. ഇതാണ് ആദ്യം പഠിപ്പിച്ചു കൊടുത്ത കാര്യം. പിന്നെ മാതാപിതാക്കളുമായുള്ള ബന്ധം, നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം എന്നുള്ള വിഷയം. അതേപോലെ തന്നെ എന്ത് സന്ദർഭത്തിലുമാണെങ്കിലും ക്ഷമിക്കാനുള്ളൊരു കഴിവുണ്ട്. വസ്ബിർ അലാ മാ അസ്വാബക, നിന്നെ എന്ത് ബാധിച്ചാലും നീ അതിൽ ക്ഷമ കൈക്കൊള്ളണം മോനെ എന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലാ തുസഇർ ഹദ്ദക ലിന്നാസ്, ഒരിക്കലും മനുഷ്യരോട് കവിള് നീ കോട്ടിപ്പോകരുത്. വലാ തംശി ഫിൽ അർളി മർഹ,
അഹന്ത കാട്ടി ഭൂമിയിലൂടെ നീ നടന്നു പോകരുത്. നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. നിന്റെ ശബ്ദം നീ താഴ്ത്തണം. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇന്നത്തെ മക്കളെയൊക്കെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, അവരൊരു ബൈക്കിലാണ് കയറി കഴിഞ്ഞാൽ ആകാശത്ത് കൂടി പറക്കുക എന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലേ? ആ ബൈക്കിന് ഒരു പ്രത്യേക സൗണ്ട്, ഒരു പ്രത്യേക രീതി, അതിൻ്റെ രൂപവും ഭാവവും, ആളുകളെ വടിയിലൂടെ അത് പോടെ രൂപമൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ആ മക്കളോടാണ് അള്ളാഹു പറയുന്നത് എന്ത്? ഇതാ, നിങ്ങൾ ശബ്ദം താഴ്ത്തണം, നടത്തത്തിൽ മിതത്വം പാലിക്കണം, അഹന്ത കാട്ടി ഭൂമിയിലൂടെ നടക്കരുത്, മനുഷ്യരോടൊരിക്കലും നിങ്ങൾ കവിള് കോട്ടി സംസാരിക്കരുത്. എത്ര നല്ല ഉത്ബോധനങ്ങൾ നിങ്ങൾ നോക്കിങ്ങൾ. ഇങ്ങനൊരു വിനയമുള്ള ഒരു മക്കളാക്കി മക്കളെ മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് എന്താ വെച്ചാൽ എല്ലാ വിനയവും നഷ്ടപ്പെടുത്തി ലജ്ജയില്ലാത്തൊരു സമൂഹമാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. വാപ്പയാലെന്താ, ഉമ്മയാലെന്താ, സമൂഹമായാലെന്താ എന്നുള്ള ഒരു നെറികേടിൻ്റെ അവസ്ഥയിലേക്കാണ് മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലജ്ജ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഈമാനാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ആദ്യം ലജ്ജയാണ് പോവുക. അതുകൊണ്ട് അത് പോകാതിരിക്കാനുള്ള ശ്രദ്ധ വേണം. അപ്പോൾ ഇതെല്ലാം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ വെറും ഉപദേശം മാത്രമായാൽ പറ്റില്ല. വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഭാഗത്തുനിന്ന് കുട്ടികളെ കാണുമ്പോൾ വെറും ഉപദേശം മാത്രം, എൻ്റെ വക ഉപദേശം, അങ്ങനെ വേറൊരു ഉപദേശിയായിട്ട് മാത്രമല്ല. ഉപദേശം നമ്മൾ സമയത്തും നേരത്തും കൊടുക്കണം. പക്ഷേ ആ ഉപദേശത്തിൽ പറയുന്നത് വാപ്പയും ഉമ്മയും ജീവിതത്തിലൂടെ ജീവിച്ച് കാണിക്കുക എന്നതുകൂടി പ്രധാനമാണ്. നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഹയ്യാല സ്വലാത്ത്, ഹയ്യാൽ ഫലാ എന്ന് പള്ളിക്കൊന്ന് വിളിച്ചാൽ വാപ്പ ആദ്യം പള്ളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് മകൻ കാണണം. ഖുർആൻ ഓതണമെന്ന് മക്കളോട് പറയുമ്പോൾ അത് വാപ്പയും ഉമ്മയും മുസാഫ് കയ്യിലെടുത്ത് ഓതുന്ന രംഗം കുട്ടികൾ കാണണം. അപ്പോഴേ ആ ഒരു സംസാരം യേശുകയുള്ളൂ. അതോടെ എന്തൊക്കെയാണോ നമ്മൾ മക്കളോട് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ കൂടി ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. അതാണ് ജീവിതം കൊണ്ട് ഉപദേശിക്കുക എന്ന് പറയുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഈ വെക്കേഷനിൽ അതിന് പറ്റുന്ന ചില ക്ലാസ്സുകൾ, ചില മണിക്കൂറുകൾ വെച്ചുകൊണ്ട് നമ്മളെ പരിസരത്തുമൊക്കെ ക്യാമ്പുകളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ നമ്മൾ തേടി പിടിച്ച് ആ കുട്ടികൾ അതിൽ കൊണ്ടുപോയി ആക്കണം. ചുരുങ്ങിയ സമയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുണ്ടാവും, അങ്ങനെയുള്ള ഒരു കുട്ടികളുമായി ബന്ധമുണ്ടാവും. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ പരിപാലിച്ചിരുന്നത്, സമീപിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് സന്ദർഭത്തിനും പ്രായത്തിനും അനുസരിച്ചുകൊണ്ടായിരുന്നു ഉപദേശിച്ചിരുന്നത് എന്നാണ്. ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും, 7 വയസ്സായാൽ നിങ്ങൾ നമസ്കാരം ശീലിപ്പിക്കണമെന്ന് പറഞ്ഞു. എത്ര മനഃശാസ്ത്രപരമാണ് നോക്കി നിങ്ങൾ. എന്നാൽ 10 വയസ്സായിട്ട് നിസ്കരിക്കണമെങ്കിൽ ചെറുതായിട്ടൊന്ന് വേദനിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? പ്രായത്തിനനുസരിച്ചായിരിക്കണം മക്കളോട് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതെന്ന്. അതേപോലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് എങ്കിൽ സലാസു ഔറാത്തിൻ ലക്കും എന്ന് പറഞ്ഞല്ലോ, 3 സ്വകാര്യ സന്ദർഭങ്ങൾ നിങ്ങൾക്കുണ്ട്. ആ സമയത്ത് റൂമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അനുവാദം ചോദിക്കണമെന്ന് കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഒന്ന് പ്രഭാത സമയമാണ്, അതുപോലെ തന്നെ മറ്റൊന്ന് ഉച്ചക്ക് നമ്മൾ മയങ്ങുന്ന സമയമാണ്, മൂന്നാമത്തത് രാത്രി ഉറങ്ങാൻ പോകുന്ന സമയമാണ്. ഈ സമയത്ത് പ്രായപൂർത്തിയാകാത്ത മക്കൾ റൂമിനുള്ളിലേക്ക് വരികയാണെങ്കിൽ അനുവാദം ചോദിച്ചു വരണമെന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്തൊരു ആശയമുണ്ടെന്നറിയോ? വലിയ ആശയമാണ് അതിലുള്ളത്. അഥവാ കുട്ടികൾ ഓരോ സന്ദർഭത്തിലും കാണാൻ പാടുള്ളതും കാണാൻ പാടില്ലാത്തതും ഒക്കെ ഉണ്ട്. ഇന്നെന്താ സംഭവിച്ചിരുന്നു വെച്ചാൽ, ഇന്ന് വീട്ടിൽ എല്ലാ അതിരുകളും നമ്മളണ്ട് ഭേദിച്ചിരിക്കുകയാണ്. വീട്ടിൽ വാപ്പയും ഉമ്മയും മക്കളും തമ്മിൽ ഒരുമിച്ച് കാണാൻ പാടില്ലാത്തതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ടി വിയിലൂടെയും റീൽസിലൂടെയും മറ്റു സംവിധാനത്തിലൂടെയും. അപ്പോൾ ഹക്കെന്താ ബാത്തിൽ എന്താണെന്ന് ഒരു പിടുത്തം ആർക്കും ഉണ്ടാവണില്ല. അപ്പോൾ ഇങ്ങനത്തെ നിയമങ്ങളും നിബന്ധനകളും ഒന്നും ശ്രദ്ധിക്കാത്തൊരവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ഈ വെക്കേഷനിൽ കുട്ടികളെ കയറൂരി വിടുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ചില വീടുകളിലൊക്കെ എവിടെ മക്കൾ എന്ന് ചോദിച്ചാലും അവൻ ഫുള്ള് ടൂറിലാണ്, അവൻ ഫുള്ള് വിരുന്നിലാണ്. ഇന്നലെയാണ് പോയതാണ്, കഴിഞ്ഞ ആഴ്ചയാണ് പോയത്. അപ്പോൾ 4-8 ദിവസമായി ഇതിൽ വന്നിട്ടില്ല. കാരണം അവിടെ ഉണ്ടാവും, ഇളാപ്പാടുണ്ടാവും, മൂത്താപ്പാടുണ്ടാവും. അങ്ങനെ അങ്ങ് കയറൂരി വിടാൻ പാടില്ല. കുട്ടികൾ എവിടെ പോകുന്നു, എവിടെ താമസിക്കുന്നു, ആരുമായി കിടന്നുറങ്ങുന്നു എന്നുള്ളത് രക്ഷിതാക്കൾ ഈ കാലഘട്ടത്തിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഇതിലൊരുപാട് നിബന്ധനകളുണ്ട്, നിയമങ്ങളുണ്ട്. അതൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം. ആരാണ് മഹറം, ആരുടെ കൂടെയാണ് യാത്ര ചെയ്യാൻ പറ്റുക, ആരുടെ കൂടെയാണ് കിടന്നുറങ്ങാൻ പറ്റുക, അത് കിടന്നുറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ. ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരു കണക്ക് പ്രകാരം കേരളത്തിൽ ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനത്തിൻ്റെ കേസുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ മഹാഭൂരിപക്ഷം എന്ന് പറയാവുന്ന രീതിയിൽ സ്വന്തം ഈ കുട്ടിയെ അടുത്തറിയുന്നവരിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ഒരു വേള സ്വന്തം രക്ഷിതാക്കളിൽ നിന്ന് പോലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്ന് പറയുമ്പോൾ ഈ കാലഘട്ടം വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു സന്ദർഭത്തിൽ കുട്ടികൾ എവിടെ പോകുന്നുവെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്.
ആരോഗ്യവും ഒഴിവു സമയവും റസൂലുള്ളാഹി പറഞ്ഞ നിഅമത്താനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ് എന്നാണ്. ആരോഗ്യവും ഒഴിവു സമയവും, ആ കാര്യത്തിൽ മഹാഭൂരിപക്ഷം ആളുകളും എന്താണ്, വഞ്ചിതരാണ്. അത് നിഅമത്താണ്, പക്ഷെ അതിൽ വഞ്ചിതരാണ് എന്നാണ്. അപ്പോൾ ഒഴിവ് സമയത്തെ കൃത്യമായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ വഞ്ചനയിൽ നമ്മൾ എന്ത് ചെയ്യും, അകപ്പെടും. പ്രത്യേകിച്ച് രാത്രി സമയം, ഒരു 10 മണിക്ക് ശേഷമുള്ള ടർഫിലുള്ള കളി, അതുപോലെ സമപ്രായക്കാർ ഒരുമിച്ച് കൂടുന്ന അങ്ങാടികൾ, കവലകൾ, അവിടെ സ്ഥിരമായിട്ട് നമ്മുടെ കുട്ടികളുണ്ടായി. ഈ റമളാൻ മാസത്തിലൊക്കെ ഉണ്ടാക്കിയെടുത്ത നന്മയും കാര്യങ്ങളൊക്കെ ഒലിച്ചാണ് പോകും. 2 മാസം കഴിയുമ്പോൾ കുട്ടിൻ്റെ സ്വഭാവം തന്നെ മൊത്തം മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വളരെ അത്യാവശ്യമാണ്. പിന്നെ കുട്ടികളെ സ്ഥിരമായി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും തന്നെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ ഉത്തരവാദി രക്ഷിതാവാണ്. ഇപ്പോൾ ഒരു കാഴ്ചപരിമിതിയുള്ള ഒരാളെ നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കാമെന്ന് വിചാരിക്കുക. അയാളെ വണ്ടി തട്ടിയാൽ അതിൻ്റെ ഉത്തരവാദിത്തം അയാൾക്കല്ല, നമുക്കാണ്. നമ്മളാണ് അയാൾ ശ്രദ്ധിക്കുന്നത്. അതേപോലെ ഒരു കുട്ടി വിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുട്ടിക്കതൊരു കൗതുകമാണ്. ആ വിളക്കിൻ്റെ നാളത്തിൽ പോയി ആ കുട്ടി പിടിക്കും, കുട്ടിക്കത് സന്തോഷമായിരിക്കും. പക്ഷെ നമുക്കറിയാം അത് പൊള്ളും. അപ്പോൾ നമ്മൾ കൈ വലിക്കും. കുട്ടി ഒന്ന് കരഞ്ഞു നോക്കി വരും, പക്ഷെ ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ കൈ വലിക്കുന്നത്. അതുപോലെ കുട്ടികൾ പറയുന്ന കുറേ ഇഷ്ടങ്ങളുണ്ടാവും. എല്ലാ ഇഷ്ടത്തിനും നിന്നു കൊടുക്കുകയല്ല. അവർക്ക് കുട്ടികൾക്ക് പറ്റുന്നത് ഏത്, പറ്റാത്തത് ഏതെന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കണം അവർക്ക് കാര്യങ്ങൾ കൊടുക്കേണ്ടത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് ജനിക്കുന്നത്. പിന്നെ അവർ മറ്റു ആദർശത്തിലേക്കും വിശ്വാസത്തിലേക്കൊക്കെ പോകുന്നത് അവരുടെ രക്ഷിതാക്കൾ കാരണമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് ഈ കുട്ടികൾ നമുക്കെതിരെ സാക്ഷി പറയും. എൻ്റെ വാപ്പ എനിക്ക് കൃത്യമായ സമയത്ത് തർബിയത്ത് നൽകിയില്ല, അത് തെറ്റാണെന്ന് പറഞ്ഞു തന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മുടെ മക്കൾ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു പ്രത്യേക അവസ്ഥ ഒരിക്കലും തന്നെ വരാൻ പാടില്ല. ഇന്ന് കരിയർ ഭ്രാന്തിൽപ്പെട്ട് കുട്ടികൾ അനാഥമായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വീടുകളുണ്ട്. ജീവിക്കാൻ മനുഷ്യന് ഒരു അത്യാവശ്യം ജോലിയും ശമ്പളവും കാര്യങ്ങളൊക്കെ മതി. അതൊന്നുമല്ല, അതിൻ്റെ ഇരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യണത് എന്താ അറിയോ, കുട്ടികൾക്കും കുടുംബത്തിനും കൊടുക്കേണ്ട സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുട്ടികൾ നമ്മുടെ രീതിയിൽ വളർന്നു വരികയില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ. ഇപ്പോൾ 2.5 വയസ്സ് 3 വയസ്സുള്ള കുട്ടികളെയൊക്കെ തനിച്ചാക്കി വിദേശത്തൊക്കെ പോയി നിന്ന് ജോലി ചെയ്യുന്ന പുരുഷന്മാരല്ല സ്ത്രീകളെന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഉമ്മാൻ്റെ അടുത്തോ ആരുടെ അടുത്തൊക്കെ 2 വയസ്സുള്ള കുട്ടിനെ പാല് കുടിക്കുന്ന കുട്ടിനെ ആക്കിയിട്ട് പോവുക. എന്തിനാ അത്ര വലിയ ഇടങ്ങേറ്? എന്താ പട്ടിണി കിടക്കണമെന്നില്ലല്ലോ. ഇവിടെ ഭർത്താവിന് നല്ല മാന്യമായ ശമ്പളം ഉണ്ടല്ലോ. ഈ കുട്ടിയൊന്ന് വളർന്ന് വലുതായി നല്ലൊരവസ്ഥയ്ക്ക് എത്തുന്നവരെ ഒന്ന് കാത്തുനിന്നാൽ എന്താ പ്രശ്നം? അതൊന്നുമില്ല, അങ്ങോട്ട് ഇട്ടെറിഞ്ഞു പോകുക, അല്ലെങ്കിൽ ഏതെങ്കിലും ആയമാരെ കയ്യിൽ ഏൽപ്പിച്ചു പോവുക. എന്താ സംഭവിക്കുകയെന്നറിയോ? നമ്മൾ കാശൊക്കെ ഉണ്ടാക്കി കണ്ട് വരുമ്പോൾ ഈ കുട്ടികൾ ഈ റീൽസ് കണ്ട് മൊബൈലിനടിമയായി, ഗെയിമിനടിമയായി, പിന്നെ അവരതിൽ നിന്ന് വേറെടുത്താൻ പറ്റാത്ത സ്വഭാവത്തിലേക്ക് കുട്ടികൾ മാറിപ്പോയിട്ടുണ്ടാവും. അതാണ് ഇതിൻ്റെ സംഭാവന. പിന്നെ എന്തിനാ കാശ്? പിന്നെ എന്തിനാ നമ്മൾ പണം ഉണ്ടാക്കണത്? അപ്പോൾ അതൊക്കെ നമ്മളെ കുട്ടികളാണ് നമ്മുടെ സ്വത്ത് എന്ന് പറയുന്നത്. ആ കുട്ടികൾക്കാണ് നമ്മൾ പ്രാധാന്യം എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ മൊബൈൽ അഡിക്ഷൻ ആദ്യത്തെ അതിനെ വഴി തുറന്നു കൊടുക്കുന്നത് പലപ്പോഴും ഉമ്മമാർ തന്നെയാണ്. കുട്ടികൾ ഭക്ഷണം കഴിക്കാനും ചെറിയ വാശി തീർക്കാനൊക്കെ വേണ്ടി റീൽസ് കാണിച്ചു കൊടുക്കും, മൊബൈൽ കാണിച്ചു കൊടുക്കും. പിന്നെ അത് അവർക്ക് അടിമയായി മാറും. പിന്നെ അത് തിരിച്ചെടുക്കുമ്പോഴാണ് അവർ ഫ്രസ്ട്രേറ്റഡ് ആകുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പ്രത്യേകമായ ശ്രദ്ധ വേണം. ഇതിലെല്ലാം ഉപരി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഞാൻ ഓതി വെച്ച ആയത്തൂക്കി വല്ലദീന യഖൂലൂന, മുത്തഖീങ്ങളെ പറ്റി പറയാണ്. അവർ പറയും, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഭാര്യമാരിൽ, ഞങ്ങളുടെ സന്താനങ്ങളിൽ കൺകുളിർമയാകുന്ന അവസ്ഥ ഞങ്ങൾക്കുണ്ടാക്കി തരണേ. മുത്തഖീങ്ങൾക്ക് ഇമാമാക്കുകയും വേണം പടച്ചോനെ. ഈ പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിക്കണം നമ്മൾ ഈ കാലഘട്ടത്തിൽ. കുട്ടികൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അടുത്ത തലമുറക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന കാരണമാണ് ഇന്നും നമ്മൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് ലഭിച്ചതുപോലും ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളും തന്നെ നല്ല മക്കളാരാ? വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങൾ.
അപ്പോൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, ഈ ഒരു ആത്മബന്ധത്തിലൂടെ, ആ ഒരു ഊഷ്മളമായ ബന്ധത്തിലൂടെ ആയിരിക്കണം നമ്മുടെ മക്കൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് എന്ത് ചെയ്യുക, കൂടുതൽ സമയം നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം, അവരുമായി കൂടുതൽ ഇടപഴകണം. ഇപ്പോൾ യാത്രയും കാര്യങ്ങളൊക്കെ മക്കളുമായിട്ട് ഒരുമിച്ച് നടത്താം, കുടുംബത്തിന് ഒരുമിച്ച് പോകാം. അങ്ങനെ കൂടുതൽ കുട്ടികളുമായി നമ്മൾ ബന്ധപ്പെട്ടാൽ നമുക്ക് കുട്ടികളുമായിട്ട് സംവദിക്കാൻ കഴിയും. അല്ല എങ്കിൽ അവർ ഏറ്റവും കൂടുതൽ കാണുന്നത് റീൽസ് ആണെങ്കിൽ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ ആണെങ്കിൽ, അതിലൂടെ പ്രത്യക്ഷപ്പെടുന്ന ആളുകളാണെങ്കിൽ അവരുമായിട്ടായിരിക്കും അവർക്ക് കൂടുതൽ അടുപ്പം. അതുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പെൺകുട്ടികളെ കാണാതാകുന്നത്. കാരണം രക്ഷിതാക്കളായിരിക്കും ആത്മബന്ധമില്ല. ആത്മബന്ധമുള്ളത് വേറെ പല ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ആൾക്കാരായിട്ടാണ്. അതുകൊണ്ടാണ് പിന്നെ ബോംബെയിലും അവിടെയും ഇവിടെയൊക്കെ പോയി പിടിച്ചുകൊണ്ടേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് ഒഴിവാക്കി ഈ ഒരു വെക്കേഷൻ കാലം എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടിൻ്റെയും പ്രയാസത്തിൻ്റെയും കാലമല്ല. നമുക്കൊരു നന്മയുടെ, ഒരു ഗുണത്തിൻ്റെ, നമുക്ക് ചോർന്നു പോയ ബന്ധങ്ങൾ, കുട്ടികളുമായുള്ള ബന്ധങ്ങൾ കൂട്ടിയിണക്കാൻ പറ്റുന്ന ഒരു സുവർണാവസരമാണ് ഈ വെക്കേഷൻ കാലഘട്ടമെന്ന് മനസ്സിലാക്കി നമ്മുടെ കുടുംബത്തെ യഥാർത്ഥ വഴിയിലൂടെ, ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന യഥാർത്ഥ ദീനീയ മാർഗത്തിലൂടെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഒന്നാമത്തെ ജുമുഅയാണെന്ന്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രത്തോളം ആ റമദാനിൽ നേടിയ നന്മകൾ നിലനിർത്താൻ നമുക്ക് സാധിച്ചു എന്നൊരു ആത്മപരിശോധന നമ്മളെല്ലാവരും നടത്തുന്നത് നല്ലതാണ്. റമദാനിൽ എന്ത് നേടി എന്നത് വിലയിരുത്താൻ പറ്റിയ സമയം റമദാനിന് ശേഷമാണ്. എന്ത് നിലനിന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം റമദാൻ എന്ന് പറയുമ്പോൾ എല്ലാം ഒരു പുഴയിൽ വെള്ളം വരുന്നത് പോലെ എല്ലാവരും പള്ളിയിൽ വരും, അപ്പോൾ നമ്മളും പള്ളിയിൽ പോകും. അങ്ങനെ പള്ളി റമദാനാണ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കാലിയാകുന്നൊരു സ്വഭാവമാണ് പലപ്പോഴും കാണാറുള്ളത്. ആ കാലിയായ കൂട്ടത്തിലാണോ നമ്മളുള്ളത്, അതോ ആ റമദാൻ ശേഷവും നമ്മൾ ജമാഅത്ത് നിസ്കാരങ്ങൾക്കും മറ്റും കാര്യങ്ങൾക്കും പള്ളിയുമായി ബന്ധപ്പെടുന്നുണ്ടോ? ഇത് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. അപ്പോൾ നമ്മളെ നിലപാടും നമ്മുടെ ദീനീപരമായ ഒരു കാഴ്ചപ്പാടും അവസ്ഥയും നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താൻ പറ്റും. എനിക്ക് പറയാനുള്ളത് 2-3 കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, ജമാഅത്ത് നിസ്കാരം ഇനി നമ്മൾ കൈവിടരുത്. നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാകണം. അത് നിലനിർത്തണം. അതുപോലെ ഖുർആന് 2-3 പ്രാവശ്യം ഓതി തീർത്ത ആളുകളുണ്ടാവും. ഒരു പ്രാവശ്യമെങ്കിലും ഓതാത്തവർ കുറവായിരിക്കും. ആ വിശുദ്ധ ഖുർആൻ്റെ പാരായണം എന്ത് ചെയ്യണം, ഇനിയും തുടർന്നു പോകേണ്ടതുണ്ട്. അതുപോലെ നോമ്പ് നമ്മൾ നോറ്റു, നോമ്പ് ഇതോടുകൂടി അവസാനിക്കല്ല. ഇനി അടുത്ത റമദാനിലല്ല നോമ്പ്, ഇനി സുന്നത്ത് നോമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആ നോമ്പുകളൊക്കെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ഏറ്റവും പ്രബലമായ സുന്നത്താണെന്ത്, മൻ സ്വാമ റമദാന ഹുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ കാന കസിയാമിദ് ദഹർ. ആരെങ്കിലും റമദാനിലെ നോമ്പും അതിനെ തുടർന്നുകൊണ്ട് 6 നോമ്പുകളും നിർവഹിച്ചാൽ അവൻ കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെയാണ് എന്നാണ്. അതിനാണ് നമ്മൾ 6 നോമ്പ് എന്ന് പറയാം. അത് ശവ്വാൽ 1-ന് ശേഷം നമുക്ക് തുടങ്ങാവുന്നതാണ്. ഈ ഒരു ഹദീസ് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് റമദാൻ ശവ്വാൽ കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ തുടർച്ചയായി 6 ദിവസം നോൽക്കുന്നതാണ് ഏറ്റവും അഫ്ളലായത് എന്നാണ്. എന്നാൽ അതിന് സാധ്യമാകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസിൽ പറഞ്ഞതുപോലെ സിത്തം മിൻ ശവ്വാൽ, ശവ്വാലിൽ നിന്ന് 6 എന്ന് പറഞ്ഞതുകൊണ്ട് ശവ്വാൽ തീരുന്നതിന് മുമ്പ് 6 നോമ്പ് നോറ്റാലും മതി. അതും തന്നെ നോൽക്കുന്നത് തുടർച്ചയായി നോൽക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അതിനൊന്നും നിവൃത്തിയില്ലെങ്കിലും ശവ്വാലിൽ 6 നോമ്പ് നോറ്റാലും ആ ഒരു പ്രതിഫലം ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ആ ഒരു 6 നോമ്പ് കൂടി നോറ്റാൽ എന്താ പറഞ്ഞത്, കാനക സിയാമിദ് ദഹർ, കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റ പോലെ. കാരണം ഒരു നോമ്പിന് കണക്കാക്കപ്പെടുന്നത് 10 പ്രതിഫലമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ 30 നോമ്പ് നോറ്റാൽ, റമദാൻ മാസത്തിൽ 30 നോമ്പ് നോറ്റി കഴിഞ്ഞാൽ എത്രയായി പ്രതിഫലം? 10 വെച്ച് കൂട്ടിയാൽ 300 പ്രതിഫലമായി. 300 ദിവസം നോമ്പ് നോറ്റവനെ പോലെയായി. അതിലേക്ക് 6 കൂടി കൂടിയാലോ, 6-ന് 10 വീതം കൂട്ടിയാൽ എത്രയായി? 60ആയില്ലേ? അപ്പോൾ 360ആയി. അപ്പോൾ ഒരു കൊല്ലമായി, ഏകദേശം ഒരു കൊല്ലമായി. അറബി മാസം 29-30 ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു വർഷത്തെ നോമ്പ് നോറ്റ കൂലി കിട്ടുന്ന സംഭവമാണെന്ത്, ഈ റമദാനിന് തൊട്ടടുത്ത് ഈ ശവ്വാലിലെ 6 നോമ്പ് കൂടി ചേർത്ത് നോൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ നിയ്യത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ, സമയം വൈകിയിട്ടില്ല, ശവ്വാലിലാണ് ഇപ്പോൾ നമ്മളുള്ളത്, ആ നോമ്പ് കൂടി നോൽക്കുക. അതേപോലെ തിങ്കൾ, വ്യാഴം, അതുപോലെ അയ്യാമിൽ ബീദിൻ്റെ നോമ്പുകൾ, ഇതൊക്കെ നോറ്റാൽ നമുക്ക് ആത്മീയമായൊരു ചൈതന്യം ഉണ്ടാവും. ഇപ്പം എല്ലാവരും വ്യായാമത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. വ്യായാമത്തിന് എല്ലാ മുറകളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ നിയ്യത്ത് വെച്ചുകൊണ്ട്, നമ്മൾ ആത്മീയമായി ഈ നിയ്യത്ത് വെച്ചുകൊണ്ട് നോമ്പ് നോറ്റാൽ തന്നെ
പല ആളുകളോടും നിങ്ങൾ വിശേഷം ചോദിച്ചു നോക്കൂ. റമദാൻ മാസത്തിൽ ഏത് രോഗിയും പറയുന്നത് എനിക്ക് വളരെ സുഖമാണ്, വളരെ ആശ്വാസമാണ്. റമദാനിൽ അത്ര സുഖം വേറൊരു കാലത്തുമില്ല. അതെന്താ കാരണം? ഭക്ഷണം ക്രമീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ സുന്നത്ത് നോമ്പ് ജീവിതത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ ആത്മീയമായ ഗുണവും കിട്ടും, അതോടൊപ്പം ഭൗതികമായ ഇങ്ങനത്തെ കുറേ ഗുണഗണങ്ങളുണ്ട്. അത് ലക്ഷ്യമാക്കാൻ പാടില്ല എന്ന് മാത്രം. അതല്ല നോമ്പിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മീയമായ ലക്ഷ്യമാണ്. പക്ഷേ അതുകൊണ്ട് എന്തുണ്ട്, ഇങ്ങനത്തെ ഉപകാരങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, ഈ സുന്നത്ത് നോമ്പുകൾ കൂടി ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ പരമാവധി നന്മ ചെയ്യുന്ന യഥാർത്ഥ മുത്തക്കികളിൽ, മുഅ്മിനുകളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് നമ്മുടെ മുൻഗാമികൾ വഖഫ് ചെയ്ത ഒരുപാട് ഭൂമികളുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്ത വഖഫ് ചെയ്ത ഭൂമികൾ. ആ ഭൂമി സംരക്ഷിക്കുന്ന നിയമം നമ്മുടെ നാട്ടിലുണ്ട്. ആ നിയമം ഇപ്പോൾ ഭേദഗതി വരുത്തിയിരിക്കുകയാണ്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനം തന്നെ തകർന്നു പോകുന്ന രീതിയിലാണ് അത് ഭേദഗതി വരുത്തിയിരിക്കുന്നത്. അതിൻ്റെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നാണ് മുസ്ലിം നേതാക്കന്മാരെല്ലാം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നമ്മൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് ആ നിയമ പോരാട്ടം വിജയിക്കാനും ഈ വഖഫ് സ്വത്ത് സംരക്ഷിക്കപ്പെടുവാനും വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.